മറ്റൊരു വാർത്തയിലേക്ക് എം ലോറൻസിന്റെ മരണം വിവാദമാക്കാനുള്ള മനഃപൂർവമായ ശ്രമം സംഘപരിവാർ ഭാഗത്ത് ഉണ്ടായെന്ന് ലോറൻസിന്റെ മകൻ എൽ സജീവൻ ആശയെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രചരണം നടത്തുകയായിരുന്നു സംഘപരിവാർ ലക്ഷ്യം. ഇന്നലെ BJP-ക്കാർ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തെത്തി ആശയെ കൊണ്ടുപോയിരുന്നുവെന്നും സജീവൻ പറഞ്ഞു. അപ്പച്ചന്റെ മൃതദേഹം വെച്ചിട്ടൊന്നും അജണ്ട ഉണ്ടാവില്ല. പക്ഷെ സംഘപരിവാർ ചില എലിമെന്റ്സ് ഇത്തരം കാര്യങ്ങളെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമം നടത്തും. അത് നടത്തിയതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ അവിടെ 4-5 BJP-ക്കാർ അവിടെ വന്നു. ആശയം കൂട്ടിക്കൊണ്ട് ഹൈക്കോടതി പോകണമെന്നുണ്ട്. അപ്പം നമ്മളിവിടേക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാവും. ആര് മൂവ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നേരിടാനുള്ള കരുത്തുണ്ട്, അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അപ്പച്ചനെ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഫാമിലി ഇവിടെ വളരെ നന്നായിട്ടാണ് നോക്കിയിരുന്നത്. അതല്ല എന്ന് വരുത്താനുള്ള ശ്രമം ചില ക്വാർട്ടേഴ്സിൽ നിന്നുണ്ട്. അത് ഇവിടുത്തെ അപ്പച്ചനെ ഡയറക്റ്റ് അറിയുന്ന ഞങ്ങളുടെ ഫാമിലി അറിയുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് ഫാമിലി നോക്കിയിരുന്നത് എന്നുള്ളത്. അതിനിടയ്ക്ക് ഒരു 3.5 വർഷത്തോളം എറണാകുളത്തെ CITUവിൻ്റെ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഉണ്ട്. അതിലെ സഹാക്കൾ അവരതുപോലെയാണ് അപ്പച്ചനെ നോക്കിയിട്ടത്. അവർ 24 മണിക്കൂറും 2 പേര് വെച്ചിട്ട് മാറി മാറി വന്ന് നോക്കിയിരുന്നു. അവസാന കാലഘട്ടത്തിൽ 2-3 പേരെ ഏറ്റവും നന്നായിട്ട് പരിചരിക്കാൻ കഴിയുന്ന 2-3 പേര് പ്രത്യേകമായിട്ട് അവരയക്കുകയും അവർ ഫുൾ ടൈം അപ്പച്ചൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഫാമിലി എങ്ങനെയാണ് അപ്പച്ചനെ നോക്കിയിരുന്നതെന്ന് അറിയാം. ഇതൊക്കെ ഈ ഫാമിലിയെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ അതൊക്കെ ചെയ്യുന്നത് തികച്ചും ജുഗുപ്സാവമാണെന്ന് പറയുള്ളൂ. പറയുന്ന ആൾക്കാർക്ക് അതിനുള്ള വാല്യൂ ഇല്ല. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, സജീവൻ വിശദമായി തൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതായത് CITUവിൽ നിന്നുള്ള പ്രതിനിധികൾ, തങ്ങൾ കുടുംബത്തോടൊപ്പം CITUവിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഈ അപ്പച്ചനെ, അതായത് എം ലോറൻസിനെ സഹായിക്കാനായി, അവസാന ഘട്ടത്തിൽ സഹായിക്കാനായി, പരിചരിക്കാനായി അവിടെ ഉണ്ടായിരുന്നു. അവർക്കടക്കം ബോധ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആശ അവിടെ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. ഈ കാര്യങ്ങൾ അത് മാത്രമല്ല, ഇന്നലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു വക്കീലിൻ്റെ സ്വഭാവം. അത് കുമ്മനം രാജശേഖരൻ്റെയും മറ്റും സ്വപ്ന സുരേഷിൻ്റെയും ഒക്കെ അഭിഭാഷകനാണ് ആശയുടെ അഭിഭാഷകൻ ആയത്. കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയുന്നു. അവിടെ എത്തി BJP-ക്കാർ ആശയെ കൊണ്ടുപോവുകയും വരികയും ഒക്കെ ചെയ്ത കാര്യം കൂടി സജീവൻ വെളിപ്പെടുത്തുകയാണ്. അതായത് സംഘപരിവാറിൻ്റെ അജണ്ട വ്യക്തമാക്കുകയാണ് സജീവൻ, അല്ലേ അർച്ചന? തീർച്ചയായും അജിഷാദ്, നമുക്ക് ഇന്നലെ തന്നെ വ്യക്തമായതായിരുന്നു. പ്രധാനമായും ലോറൻസിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ കൈമാറാൻ ബന്ധുക്കൾ തീരുമാനിച്ചപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘപരിവാർ നടത്തിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ മകൻ വ്യക്തമാക്കുന്നതും. അദ്ദേഹം പറയുന്നത് ഇത് വിവാദമാക്കാൻ, അതായത് തന്റെ അപ്പന്റെ മരണം വിവാദമാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ചില സംഘപരിവാർ ആളുകൾ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇന്നലെ ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് ആശയ ഉണ്ടായിരുന്നു. ആ വേളയിൽ ആശയെ ഒരു കൂട്ടം സംഘപരിവാർ ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുകയും കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ML സജീവ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആശ ചെയ്യുന്ന കാര്യങ്ങളിലും അവരിടുന്ന ഫേസ്ബുക്കുകളെല്ലാം തന്നെ ഇതിൽ കൃത്യമായ സംഘപരിവാർ ഇടപെടലുണ്ട്. അത്തരത്തിൽ ആശയെ ഒരു ടൂളാക്കി മാറ്റിയാണ് സംഘപരിവാർ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ വിവാദത്തിന് പിന്നിൽ കൃത്യമായ സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി അദ്ദേഹം പറയുന്നത്. പ്രധാനമായും അദ്ദേഹം എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ സംഘപരിവാറിലെ ചില ആളുകൾ ആശയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അജിഷ. ശരി അർച്ചന.